നമുക്ക് ഈ ചിക്കൻ കറിക്ക് ഞാൻ 1 കിലോ ചിക്കൻ മീഡിയം സൈസായി കട്ട് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറിക്ക് ആവശ്യത്തിനൊരു 5 മീഡിയം സൈസുള്ള സവോള, പിന്നെ 2 മീഡിയം സൈസുള്ള തക്കാളി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഇതൊരു കിലോ ചിക്കൻ്റെ കാര്യം ഞാൻ പറയണത്. പിന്നെ ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി, ഒരു ചെറിയ പീസ് പട്ടയും 3 ഏലക്കായും എടുക്കാം. ഈ കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പച്ച കളറുള്ള പേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടി ഒരു പിടിവളം, അതായത് ഒരു കപ്പോളം മല്ലിയില എടുക്കുക, അതിൻ്റെ പകുതിയും പുതിനയില, 8 പച്ചമുളക് അതിനനുസരിച്ച് കൂട്ട കുറയ്ക്കുക ചെയ്യാം. പിന്നെ വേപ്പില എടുക്കാം, അതുപോലെ തന്നെ കാഷ്നട്ട്, ഒരു 8-10 കാഷ്നട്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ ആദ്യം നമുക്കൊരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് മാറ്റിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു പാനിക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോളയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പച്ചമുളക് 8 എണ്ണം, അത് രണ്ടും ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. കാരണം ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചമുളക് അങ്ങനെ ഉണ്ടായിരുന്ന ടേസ്റ്റ് ഒന്ന് വാട്ടിയിടുന്നതാണ്. അപ്പോൾ അതിൽ കൂടെ ഒരു സവോള ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ നല്ലത്. അങ്ങനെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി. ഒരു 1-2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണം ഒന്ന് മാറിയാൽ മതി അതിൻ്റെ. എന്നിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചൂടാറിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിക്ക് ഇത് ആദ്യം നമ്മൾ വാട്ടിയ സവോളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പച്ചമുളക് ജസ്റ്റ് അങ്ങനെ വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒരുമിച്ചിട്ട് അരച്ചാലും മതി. പക്ഷെ അങ്ങനെയാണെങ്കിൽ സവോള ഇതിലിടരുത്. സവോള എപ്പോഴും ഇടുമ്പോൾ ഒന്ന് വാട്ടിയിടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ വാട്ടിയതിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പിടിയോളം മല്ലിയില, ഇത്തിരി കൂടുതലും കുറഞ്ഞാലും കുറച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. എത്ര മല്ലിയില എടുക്കുന്നോ അതിൻ്റെ പകുതി തന്നെ പുതിനയില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ട് ഇടുന്ന ഒരു കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ട് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കാഷ്നട്ട് ഇല്ലെങ്കിൽ നമുക്ക് കറിയുടെ അവസാനം ഞാൻ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കണം. അതിന് പകരം നിങ്ങൾ തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ച് തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മിക്സിയിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അവസാനം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. കാഷ്നട്ട് ഇടാണെങ്കിൽ എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരയ്ക്കണം, എന്നാലേ കറക്റ്റ് പേസ്റ്റിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ട് ഇട്ടുകൊണ്ടാണ് ഇതേപോലെ നല്ല ലൈറ്റ് ഗ്രീൻ കളറായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാഷ്നട്ട് ഇടുന്നില്ലെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും നമ്മളുടെ ഈ പേസ്റ്റ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് നേരത്തെ നമ്മൾ ഓണിയനൊക്കെ ഫ്രൈ ചെയ്ത് അതേ പാനിക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പില എത്ര ഇടുന്നതും ടേസ്റ്റ് കൂടുതലുള്ളൂ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടാം. 1 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് സവോള, ഞാൻ 4 മീഡിയം സൈസുള്ള സവോള ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് 1 കിലോ ചിക്കൻ്റെ മെഷർമെൻറ്റിന് നമ്മൾ മൊത്തം 5 സവോളയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ളത്. അതിൽ 4 എണ്ണമാണ് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം നമ്മൾ നേരത്തെ ഫസ്റ്റ് പച്ചമുളകിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ, അങ്ങനെയാണ് മൊത്തം 5 സവോള എടുത്തത്. അപ്പോൾ നമുക്ക് സവോള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ഇടത് കൊടുക്കാം. ഈ സവോളയുടെ അളവ് ഇത്തിരി അങ്ങോട്ട് കൂടിയാലും കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ഇത്തിരി ഗ്രേവി അധികം വേണമെങ്കിൽ കുറച്ചധികം സവോള ഇട ചെയ്തിട്ടോ. ഞാനിപ്പോൾ ഇവിടെ 5 സവോള എടുത്തപ്പോൾ എനിക്ക് അത്യാവശ്യം ഗ്രേവി ഉണ്ടായിരുന്നു. ഇത്തിരി അങ്ങോട്ട് കൂടിയാലും കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ പച്ചമുളകൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 4 പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ക്രഷ് ചെയ്തതിന്, ഒരു 8 വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിൽ ഇഞ്ചിയും കൂടി ക്രഷ് ചെയ്തതിന്, പിന്നെ പച്ചമുളക് ഇപ്പോൾ ഇതിനനുസരിച്ചിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഈ സവോളയൊക്കെ നല്ല ഗോൾഡൻ കളറാണ് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, സവോളയൊക്കെ നല്ലോണം വാടി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ എഴുതി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എഴുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളൊന്നും അധികം കൂടരുത് ഈ കറിയിൽ. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ പച്ചമണം നല്ലോണം മാറി. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി, 2 മീഡിയം സൈസുള്ള തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി എപ്പോഴും എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കിയാൽ അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പച്ചത്തക്കാളിയൊക്കെ ആണെങ്കിൽ പുളി കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കിക്കോളാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ തക്കാളി വാടുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. അതുപോലെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആയതിനു ശേഷം മാത്രം നമുക്കതിലേക്ക് ചിക്കൻ ഇടതെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ വാഷ് ചെയ്ത്
ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതേപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ച് 1 കിലോ ചിക്കനാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ബോൺലെസ് ആയാലും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലൊക്കെ ആകുമ്പോൾ എപ്പോഴും ശരിക്കും വിത്ത് ബോണാണ് ടേസ്റ്റ്. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആ ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ചിക്കൻ അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറിച്ചിരുന്ന ഗ്രീൻ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ അധികം വെന്തിട്ടുണ്ടാവരുത്, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഈ ചിക്കന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഗ്രീൻ പേസ്റ്റ് എല്ലായിടത്തേക്കും എത്തണം. ഈ ശരിക്കും ഈ പച്ച കളറിലുള്ള ഈ പേസ്റ്റാണ് ഈ കറിയുടെ സ്പെഷ്യാലിറ്റി. അല്ലെങ്കിൽ സാധാരണ മസാലക്കറി പോലെയല്ലേ. അപ്പോൾ അധികം മസാലകളൊന്നും ഇല്ലാതെ ഈ ഒരു ഗ്രീൻ പേസ്റ്റ് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളുടെ ചിക്കൻ കറിക്ക്. അപ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാഷ്നട്ട് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ആണെങ്കിൽ ഈ സമയത്ത് ഈ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ മതി. അതായത് ഫസ്റ്റ് പാൽ സെക്കൻഡ് പാൽ ഒരുമിച്ച്, അതായത് നല്ല കട്ടിപ്പാലല്ല, എന്നാൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പാലല്ല, ആവശ്യത്തിനുള്ള ഒരു കട്ടിയിലുള്ളൊരു പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചുകൂടി നേരം കൂടി വേവിക്കണം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും കാണുമ്പോൾ നമ്മളുടെ സാധാ ചിക്കൻ കറിയുടെ പോലെയൊക്കെ ആണെങ്കിലും ശരിക്കും ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. ആ മല്ലിയുടെയും പുതിനയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവസാനം ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയില കൂടി ഇട്ടെടുക്കാം. ഇപ്പം നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ചൂടാറിന് ശേഷം സെർവ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ഇരുന്നപ്പോൾ നല്ല കളറായിട്ടുണ്ട്, ഡാർക്ക് കളറായി നമ്മളുടെ ചിക്കൻ കറി. അപ്പോൾ ഇത് ചോറിന് കൂടിയും ചപ്പാത്തി, പത്തിരി, അപ്പം എല്ലാത്തിനും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ കറി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ശരിക്കും ഒരു വെറൈറ്റി തന്നെ, നമ്മുടെ നാടൻ കറിയുടെ ടേസ്റ്റുമാണ്, എന്നാൽ ഒരു ചെറിയ വെറൈറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കറി ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി, അപ്പം, പത്തിരി, നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.